യൂട്യൂബറിനെ കാണാൻ വേണ്ടി പോവാണ്. മറ്റാരുമല്ല, കേരളത്തിലെ നമ്മുടെ മല്ലു ഡ്രോൺ ട്രാവലിനെ കണ്ടുപിട്ടി ഞാൻ നേരെ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. ഞങ്ങള് മല്ലു ഡ്രോൺ ട്രാവലിന്റെ എൻട്രി മല്ലു ഡ്രോൺ യൂസിനൊക്കെ ആണെങ്കിൽ മെയിനായിട്ടും പിന്നെ നല്ല ക്യാമറയാണ്. അതിൻ്റെ ലോ ലൈറ്റിൽ കുറച്ച് പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. ഹിച്ചക്കിമാലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ യാത്ര പോവാണ്. ചെറിയ യാത്ര പോകുന്ന പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. ഞാൻ ഇന്നൊരു യൂട്യൂബർ, വേറൊരു യൂട്യൂബറിനെ കാണാൻ വേണ്ടി പോവാണ്. മറ്റാരുമല്ല, കേരളത്തിലെ ഒരുവിധം എല്ലാ ലാൻഡ്സ്കേപ്പും, കേരളത്തിലെ ആ കാഴ്ചകൾ, ആ ബ്യൂട്ടി എല്ലാം നമ്മളെ ആകാശ കാഴ്ചകളിലൂടെ ഒരുപാട് കാണിച്ചു തന്നിട്ടുള്ള മല്ലു ഡ്രോൺ ട്രാവലിനെയാണ് നമ്മളിന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും മല്ലു ഡ്രോൺ ട്രാവലിനെ അറിയാമായിരിക്കും. കാരണം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അദ്ദേഹം ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിരിക്കും ഓൾറെഡി. അപ്പോൾ ആ ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ബ്രോനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ രണ്ട് മല്ലുമാര് തമ്മിൽ കൂട്ടിമുട്ടാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് അവരുടെ രണ്ടുപേരുടെയും കൂടുതൽ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ചറിയാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഡ്രോണൊക്കെ പറത്തിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ കാര്യങ്ങളും ചോദിച്ചറിയാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാ മീറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ മീറ്റ് ചെയ്യാനൊരു ചാൻസ് കിട്ടിയില്ല ഇതുവരെ. അപ്പോൾ ഇന്നിപ്പോൾ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. എന്നിട്ട് എങ്ങോട്ടെങ്കിലും ചെറിയൊരു ട്രാവൽ ചെയ്യണമെന്ന് മനസ്സിൽ ചെറിയൊരു പ്ലാൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് സിറ്റുവേഷനും എല്ലാം നോക്കിയിട്ടായിരിക്കും, ഡിപ്പെൻഡ് ആയിരിക്കും എങ്ങോട്ടാണ് പോകുന്നത്, എന്താ കാര്യം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മല്ലു ഡ്രോൺ ട്രാവലിൻ്റെ അടുത്ത് പോകാം. ഷബീർ ഷംസുദ്ദീൻ എന്നാണ് ആ ബ്രോൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തോടെ കൂടുതൽ സംസാരിച്ചിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം. ബഹറിൽ എന്തിനാ വന്നേ, ഇവിടെ നിന്ന് എന്താ പരിപാടി, കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടേ പോവാം. അപ്പോൾ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒരുപാട് പേരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. അങ്ങനെ നമ്മുടെ മല്ലു ഡ്രോൺ ട്രാവലിനെ കണ്ടുപിട്ടി ഞാൻ നേരെ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾ മല്ലു ഡ്രോൺ ട്രാവലിൻ്റെ എൻട്രി മല്ലു ഡ്രോൺ ട്രാവൽ നിങ്ങൾ ഒരുവിധം എല്ലാവരും കണ്ടിരിക്കും. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമ്മുടെ കേരളത്തിലെ സുന്ദരമായ കാഴ്ചകൾ, ആകാശ കാഴ്ചകളോടെ കാണിച്ചുകൊണ്ടിരുന്ന മല്ലു ഡ്രോൺ ട്രാവലിലൂടെയാണ് നമ്മളിന്ന് യാത്രയ്ക്ക് വേണ്ടി പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഗ്രാൻഡ് മോസ്ക് ആയിരുന്നു എന്നോട് ചോദിച്ചിരുന്നു. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഗ്രാൻഡ് മോസ്ക് ക്ലോസ് ആയതുകൊണ്ട് ഇപ്പോൾ അറിയാമല്ലോ, കൊറോണ ഉണ്ട്, അവിടെ എല്ലാം ക്ലോസ് ആക്കിയിട്ടേക്കാണ്, എൻട്രി ഇല്ല. സോ ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ ഒരു ചെറിയ ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ മാൽക്കിയയിൽ കൊണ്ടുപോകാമെന്ന് കരുതി. നമുക്കതൊക്കെ വലിയൊരു ഫോറസ്റ്റ് അല്ല. അപ്പോൾ മാൽക്കിയയിൽ കൊണ്ടുപോയിട്ട് ആ ബീച്ചും കർഷകൻ ഫോറസ്റ്റോടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. ബ്രോയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഡ്രോൺ ഇല്ല കേട്ടോ, നമുക്ക് 360 ക്യാമറ വെച്ചേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ഡ്രോണും കൊണ്ടല്ല വന്നത്. ഞാൻ അതിനകത്തൊക്കെ ചോദിച്ചു, അതിൻ്റെ ഡീറ്റെയിലേക്ക് അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. അപ്പോൾ മാൽക്കിയയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് എന്ന് പറയുന്നത് കർഷകൻ ഫോറസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഫേസ് റിവീലിന് മുന്നേ ചെയ്ത വീഡിയോ ആയിരുന്നു. ഞാനന്ന് ഫേസൊക്കെ കാണിക്കാതെ വന്ന് ഈ മരങ്ങളൊക്കെ കവർ ചെയ്തിട്ട് പോയത്. അപ്പോൾ ഇവിടേക്ക് വന്നു. അപ്പോൾ ബ്രോ ഇത് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു, എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞില്ല, അത് ഇതൊരു ഫോറസ്റ്റ് അല്ലേ, തോന്നുന്നില്ല? അങ്ങനെ മിനി ഊട്ടിയായിട്ട് തോന്നുന്നു. മിനി ഊട്ടിയായിട്ട്, പക്ഷെ തണുപ്പ് മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ. പൈൻ മരത്തിനിടയ്ക്ക് നടക്കുന്ന പോലെ അല്ലേ, ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതാ ഇവിടെ ആണെങ്കിൽ നിൽക്കുന്നത്. ജസ്റ്റ് വണ്ടി വന്നുകൊണ്ട് സൈഡിലോട്ട് മാറിയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രോയിനെയും കൊണ്ട് അങ്ങോട്ട് ജസ്റ്റ് നടക്കാം. കുറച്ച് നടന്നു നിന്നിട്ട് പിന്നെ വണ്ടി കൊണ്ട് പോകാൻ എത്തി. കാരണം ബ്രോ ഇത്ര ദിവസം വീട്ടിൽ റൂമിൽ തന്നെ ഇരിക്കുകയല്ലായിരുന്നു, ക്വാറന്റൈനിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബ്രോയിനെ നടത്തിക്കാന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു, കിട്ടില്ലായിരുന്നു എല്ലാം വണ്ടിക്കൂടെ പറപ്പിക്കാൻ വേണ്ടി. നല്ല സ്ഥലമാണ്. ഞങ്ങളതിപ്പോൾ നേരത്തെ ഇവിടെ വന്ന് വ്ളോഗ് ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി സ്ഥലത്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ഫേസ് കാണിച്ച് ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രോ എന്താണ് സൗദിയിലേക്ക് പോകല്ലേ? ഇന്ന് വൈകിട്ട് പോകല്ലേ? ഇന്ന് വൈകിട്ട് ഞാൻ സൗദിയിലോട്ട് പോകും. അപ്പം ബഹറിൽ എന്താ ഈ ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണോ ബഹറിലേക്ക്? അതായത് എനിക്ക് സൗദി പോകണമെങ്കിൽ ഇവിടുന്ന്
മറ്റേ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലായിരുന്നു കേരളത്തിൽ. അപ്പോൾ ബഹ്റൈൻ വന്നിട്ട് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളായിരുന്നു. പിന്നെ എനിക്കൊന്ന് ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ ബഹ്റിനാണ് ചൂസ് ചെയ്യുന്നത്. സൗദിയിലോട്ട് പോകാൻ പറ്റുന്നില്ല. എനിക്ക് യു എയിലേക്ക് ഇപ്പം ബഹ്റിൻ കണക്റ്റഡേ പോകാൻ പറ്റുള്ളൂ. എല്ലായിടത്തേക്കും ബഹ്റിനാണ് ആൾക്കാർ വന്നു പോകുന്നത്. ഡയറക്റ്റ് യു എയിലേക്കൊന്നും എനിക്ക് നല്ലോണം ആൾക്കാർ. അപ്പം ഇവിടെ എന്താ ജോലി സംബന്ധമായിട്ടാണോ അതോ? ഞാൻ ജോലി സംബന്ധമായിട്ട് വന്നതാ. നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നിട്ട് ഇവിടെ ഇനിയിപ്പം എന്ന് വൈകിട്ട് പറഞ്ഞ പോലെ സൗദിക്ക് പോകണം. സൗദി പോയിട്ട് അവിടെ ഒരു കുറച്ചാൾ കാണും, 5-6 മാസം അവിടെ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡ്രോണും കൊണ്ടൊക്കെയാണോ വന്നിരിക്കുന്നത് അതോ? അല്ല, ഡ്രോൺ കൊടുത്ത് അറിയത്തില്ലല്ലോ ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുമല്ല ഈ ഡ്രോണൊക്കെ നമ്മൾ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നശിച്ചു പോവുകയും ചെയ്യും, ബാറ്ററിയൊക്കെ യൂസ് ചെയ്തില്ല പോകും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സൗദിയിലൊക്കെ പോയിട്ട് അവിടെ റൂൾസ് ഒക്കെ നമുക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ റോഡില്ലാത്ത കഷ്ടപ്പാട് മനസ്സിലായി. അപ്പോൾ ബ്രോ ഡ്രോണൊക്കെ കൊടുത്തിട്ടാണ്. ഡ്രോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഡ്രോൺ ആയിരിക്കും? അതായത് ബഡ്ജറ്റായിട്ടുള്ള ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും ഇത് വീഡിയോ കാണുമ്പോൾ. എനിക്കൊരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ പക്ഷേ കോസ്റ്റ് വൈസ് ആർക്കും അറിയാത്തതുകൊണ്ടായിരിക്കും പകുതി ആൾക്കാർ എടുക്കാത്തത്. പലരും എന്നോടും ചോദിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ, ഇപ്പം ഏത് ഡ്രോൺ ആയിരിക്കും നല്ലത് കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അത് എന്താണ് ഓരോ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് റെസ്ട്രിക്ഷൻ എല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഇപ്പം അണ്ടർ 250 ഗ്രാമുള്ള ഡ്രോൺസിന് 15 മീറ്റർ കൂടുതൽ പൊക്കാൻ പറ്റില്ല. 15 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു മരത്തിന്റെ പകുതി പൊക്കം വരും. സെൽഫി സ്റ്റിക്ക് പോലെ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ DJ യുടെ ഒക്കെ മിനി 2 ഒക്കെ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ഈ 15 മീറ്റർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ലാൻഡ് ചെയ്യും, അവിടെ നിൽക്കും, അതിനപ്പുറത്തോട്ട് പൊങ്ങൂല, ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഡ്രോൺ എടുത്തിട്ട് പ്രത്യേകിച്ച് ഉപയോഗമില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇന്ത്യയിലത്തെ യൂസിനൊക്കെ ആണെങ്കിൽ മെയിനായിട്ടും ഇപ്പം മറ്റേ എയർ 2 ഉണ്ട്, ഞാനതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എയർ 2ൻ്റെ പുതിയൊരു മോഡൽ എയർ 2S ഇറങ്ങിയിട്ടുണ്ട്, 1 ഇഞ്ച് സെൻസറൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ നല്ല ഡ്രോണാണ്. അപ്പോൾ എയർ 2 എടുക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം. നല്ല അത് കോസ്റ്റ് വൈസ് എത്ര വരുന്നുണ്ടായിരിക്കും? ഇന്ത്യയിലൊക്കെ മേടിക്കണ ഒരു 1 lakh റേഞ്ച് ഒക്കെ വരും. അത്രയും വരുന്നുണ്ടല്ലേ? ചുമ്മാ ആരും ചാടിക്കരുത് ഡ്രോൺ എടുക്കാതെ. പുറത്തുനിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ ദുബൈയിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 70 ഒക്കെ കിട്ടും. അത് ഭയങ്കര ഹെവി സാധനമാണോ അതോ ലൈറ്റ്? അതായത് എയർ 2ൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 480 ഗ്രാമാണ്. 480 ഗ്രാം അത് വരുന്നുണ്ട്. വലിയ ലീഫോ അങ്ങനെയൊന്നും ആയിരിക്കും? ഇല്ല, അത് വളരെ എന്താണ് സൗണ്ട് അധികം വളരെ ക്വയറ്റ് ആയിട്ടുള്ളൊരു ഡ്രോണാണ്. ഈ മാവിക് സീരീസ് അല്ലാതെ വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഡ്രോണാണ്. പിന്നെ നല്ല ക്യാമറയാണ്. അതിന്റെ ലോ ലൈറ്റിൽ കുറച്ച് പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ ഈ ഡ്രോണിന്റെ ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ മാക്സിമം മാനുവൽ മോഡ്സ് എടുക്കണം. മാനുവൽ മോഡിൽ എടുത്ത് പഠിക്കണം അല്ലേ? അതായത് ലൈറ്റ് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഈ ലൈറ്റ് ഒക്കെ മാറുമ്പോഴത്തേക്കിനും നല്ലൊരു മേഘമൊക്കെ കയറി വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഒരു ലൈറ്റിന്റെ വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഒരു ഫിക്സഡ് ആയിട്ടുള്ള എന്താണ് ലൈറ്റ് സെറ്റപ്പിൽ വേണം ഡ്രോണിലൊക്കെ എടുക്കാനായിട്ട്. മല്ലു ഡ്രോൺ ട്രാവലറിൻ്റെ യൂട്യൂബ് പേജും അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിൽ പോലും അല്ല ഡ്രോൺ സംബന്ധമായിട്ട് ഡ്രോണിൻ്റെ ഇടിവെട്ട് വീഡിയോസ് അതിനകത്തുണ്ട്. യൂട്യൂബിൽ പോയാലും ഇൻസ്റ്റാഗ്രാമിൽ പോയാലും ഇടിവെട്ട് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പോയി കാണുക. നാട്ടിലുണ്ടായിരുന്ന വീഡിയോസൊക്കെ കടം എടുക്കാറുണ്ട്, പക്ഷേ ഈ നാട്ടിലില്ലല്ലോ. എന്നാലും നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കണ്ടു നടന്ന് കാണാം. എന്നിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ആയിക്കോട്ടെ. പിന്നെ ഷബീൻ ബ്രോനെ കൊണ്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. കർസക്കൻ ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ബീച്ചിലേക്ക് ഇറങ്ങി. എങ്ങനെയുണ്ട്? കർസക്കൻ ഒരു ഫോറസ്റ്റ് കാണിച്ചു തന്നിട്ട് ഞാൻ ബീച്ച് കാണിച്ചു. ജയിലിൽ കിടന്നവൻ പരോളിനിറങ്ങിയാലെങ്കിൽ 14 ദിവസം ആ റൂമിനകത്ത് മാത്രം ഇരുന്ന് പക്ക ബോറടിച്ച് തത്തുകയാണ് അല്ലേ? ഒരു ആക്ടിവിറ്റി ഒന്നും വെളിയിൽ പോലും ഇറങ്ങാതെ. അപ്പൊ ഇത് ഭയങ്കര ഒരു ഇതാണ്, ഒരു വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഒരു ആശ്വാസത്തിന് മറ്റു ആശ്വസിക്കുന്നവരെ വേറെ കാര്യം ചിന്തിക്കണം. ഇന്ന് വേണ്ടി തിരിച്ച് സൗദിക്ക് പോവാന്നുള്ളത്. ഇവിടെ ഇരിക്കാൻ ഒരു വഴിയില്ലല്ലേ? അപ്പൊ ഇനി സൗദിയിൽ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഒന്നും ഉടനെ ഇല്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ 6 മാസം കഴിഞ്ഞൊന്നും പറയാൻ പറ്റത്തില്ല. എങ്ങനെയാണെന്നൊന്നും എന്റെ കാര്യങ്ങളൊന്നും പ്രെഡിക്റ്റബിൾ അല്ല. ഇപ്പൊ നാട്ടിലുള്ള ഡ്രോൺ ഫാൻസ് എന്ത് ചെയ്യും? കുറച്ച് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. നേരത്തെ എടുത്തു വെച്ച വീഡിയോസ് ഉണ്ട്, അത് അപ്ലോഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോ വീഡിയോസൊക്കെ നല്ല ഇതിലായിട്ട് പോട്ടെ. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഡ്രോൺ ഉണ്ടായിരുന്നില്ല.
നമ്മള് ബീച്ചിന്റെ സെറ്റപ്പിലൊക്കെ ഡ്രോൺ നമ്മളിപ്പം ഇവിടെ നിന്നാണ് നോർമലി ബോട്ടൊക്കെ പോകുന്നത്. ഫിഷിങ്ങിനുള്ള ബോട്ടല്ലേ ഇവിടെ നിന്നാണ് പോകുന്നത്. പിന്നെ കുറച്ച് പോലെ നമ്മൾ അവിടെ ഇത് പറഞ്ഞ പോലെ ജെറ്റ് സ്കീം കാര്യങ്ങളൊക്കെ. പിന്നെ അതിന് കാണുന്നില്ലേ, ലാസ്റ്റ് എൻഡ് കാണുന്നില്ലേ, അവിടെയാണ് ബീച്ച്, മെയിൻ ബീച്ച് എന്ന് പറയുന്നത് അവിടെയാണ്. ആൾക്കാരൊക്കെ മെയിനായിട്ട് കുളിക്കാൻ ഇറങ്ങുന്നതൊക്കെ അവിടെയാണ്. ഒരുപാട് ജെറ്റ് സ്കീ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് നോമ്പ് മുറിക്കുന്ന സമയം എനിക്ക് ഇവിടെ വന്ന് ഒരുപാട് പേര് ഫുഡും കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുമായിട്ടൊക്കെയാണ് ഫുഡുമായിട്ട് വന്നവരെ കുറച്ച് പേര് നമ്മളെ വരുന്ന ഒഴിക്കുന്നുണ്ട്. കണ്ടില്ലേ ജെറ്റ് സ്കീ? അങ്ങനെ മല്ലു ഡ്രോൺ ട്രാവലറിനെ കൊണ്ട് നമ്മൾ ഒരുവിധം മാൽക്കിയ ഫുള്ള് കവർ ചെയ്തു, കൊണ്ട് കാണിച്ചു. നല്ല ആശ്വാസമായെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനിയും എന്നാ സൗദിയിലൊക്കെ പോയിട്ട് നാട്ടിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഇത് ഇനി ബെഹ്റിൻ ടച്ച് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെഹ്റിനിൽ ഇപ്പോൾ നമുക്ക് ബന്ധുക്കാരൊക്കെ ആയാലോ. ബെഹ്റിൻ ടച്ച് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. ഇതിപ്പോൾ പുള്ളിക്കാരൻ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഇന്ന് പോയിട്ട് രാത്രി തന്നെ തിരിച്ച് സൗദിയിൽ പോവാണ്. നമ്മൾ ലിമിറ്റഡ് ടൈം ആയിരുന്നു, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയില്ല. നേരത്തെ തൊട്ടേ ഇങ്ങനെ കണ്ടപ്പോൾ തൊട്ടേ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു, അവിടെ പോകണം ഇവിടെ പോകണം. പക്ഷേ ക്വാറന്റൈൻ ഇങ്ങനെ 14 ദിവസം സ്ട്രിക്റ്റ് ആക്കിയതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു, ഇറങ്ങാൻ പറ്റിയില്ല വെളിയിൽ. അപ്പോൾ സൗദിയിലേക്ക് പോകുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് 14 ദിവസം ഇരുന്നേ പറ്റത്തുള്ളൂ പോയാൽ. അപ്പോൾ ഇനി എന്തെങ്കിലും ബെഹ്റിൻ ടച്ച് ചെയ്ത് വരികയാണെങ്കിൽ വരിക, ഇല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യാം, ആ ഡ്രോൺ വാങ്ങിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രോൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീറ്റപ്പ് ആയിരുന്നു നമ്മുടെ വേറൊരു യൂട്യൂബറുടെ എൻ്റെ ചാനൽ വന്നിട്ട് ഞാൻ വേറൊരു യൂട്യൂബറായിട്ട് ആദ്യമായിട്ട് ചെറുതാണെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ വേറൊരു യൂട്യൂബറിനെ ഇതുവരെ കാണുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മീറ്റപ്പിന് വേണ്ടി പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മല്ലു ഡ്രോൺ ട്രാവലർ ആയിരുന്നു. 2 മല്ലുകൾ അങ്ങനെ കൂട്ടിമുട്ടി ഫുൾ മല്ലുവായി. അതെ അതെ അതെ. അപ്പോൾ ഇനിയും തുടർന്നുള്ള ഒരുപാട് വ്യത്യസ്ത വീഡിയോകളും പുതുമയുള്ള കാഴ്ചകളുമായിട്ടൊക്കെ നമുക്ക് വരാം. നമുക്ക് ഇനിയും ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം എന്ന് പറയുന്നത് ഇതിനൊക്കെ 2 ദിവസം മുന്നേ ഉള്ള സമയമാണ്. അപ്പം വീഡിയോ ഞാൻ എന്താ പോസ്റ്റ് ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല. വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യസ്ത വീഡിയോകൾ പുതുമയുള്ള കാഴ്ചകളുമായിട്ടൊക്കെ ഉടനെ കാണാം. എപ്പോഴും പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേർക്ക് അയച്ചെടുക്കുക വീഡിയോ എങ്കിലേ ഒരുപാട് പേര് അറിയത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. അതാണ്, ഒരു നഷ്ടമില്ല. വല്ലപ്പോഴും വീഡിയോ ഇടുമ്പോൾ കണ്ടാൽ മാത്രം മതി. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പൈസ മുടക്കം ഒന്നുമില്ല. കുറച്ച് മാത്രം കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു സപ്പോർട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞല്ലേ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇവർക്ക് ഹിച്ചക്കി മല്ലിൻ്റെ Mallu ട്രാവലിലൂടെ ബൈ ബൈ ബൈ.